എങ്ങനെയുണ്ട് മോളെ റൈസ് പക്കോട? സൂപ്പർ. ഒരു കട്ടൻ ചായ ഇവിടെ ഇടാം അല്ലേ? ഇതാണ് റൈസ് പക്കോട. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. റൈസ് പക്കോടയ്ക്ക് 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിക്കാതെ തന്നെ, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ചോറിൻ്റെ ഈ ഒരു പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, സാരമില്ല. ഇതേ രീതിയിൽ ബാക്കിയുള്ള ചോറും അരച്ചെടുക്കാം. അരച്ചെടുത്ത ചോറിൻ്റെ ഈ പേസ്റ്റിനൊപ്പം 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചതച്ചതും, ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചമുളകും, 1 കൈപ്പിടി നിറയെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും. കൂടെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചോറ് വെച്ച് അധികം വരുന്നുണ്ടെങ്കിൽ, ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരത്തിനായി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് കയ്യിൽ ഉരുളയായി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ല തിളച്ച ചൂടെണ്ണ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിൻ്റെ കൂട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ നനച്ചു കൊടുത്തിട്ട് മാവ് ഉരുളകളാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് ഒന്ന് നമ്മുടെ ഈ പെരുവിരൽ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഓരോ പക്കോടയും ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഓരോ പ്രാവശ്യവും കൈ നനച്ചിട്ട് മാവ് ഉരുളകളാക്കി എടുത്തു കഴിയുമ്പോൾ കയ്യിൽ ഒട്ടുകയില്ല. എണ്ണയുടെ തിളയൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഇത് പക്കോട ഓരോന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വരുമ്പോൾ ഇതെല്ലാം കോരി മാറ്റാം. ഇതേ രീതിയിൽ എല്ലാ പക്കോടയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വൈകിട്ടത്തെ ഒരു നല്ലൊരു 4 മണി പലഹാരമായിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ ഒരു റൈസ് പക്കോട. അപ്പം സോസ് കൂട്ടിയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ റൈസ് പക്കോട ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ബൈ.